ശബരിമലയിലെ സ്വർണ്ണക്കള്ളൻ തന്ത്രിയെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയും സംഘപരിവാറും ഇറങ്ങി നിന്ന് ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നതിൻ്റെ കാരണമറിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളത് അറിയണം. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, കുടുംബ രാഷ്ട്രീയം. ഇതേ കേട്ടെ. സാധാരണ ഫാമിലിയെ പോലെ തന്നെ പാലാ നെടുമംഗലത്ത് പത്മിനി അന്തർജനത്തിലെയും കേശവൻ നമ്പൂതിരിയുടെ മകളാണ്. എൻ്റെ ബ്രദറാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ബി ജെ പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. 2 കുട്ടികളാണ്. മോള് ആരതി, മോൻ ബ്രഹ്മദത്തൻ. ആരതി വിവാഹം. കള്ളരര് രാജീവരുടെ അന്തർജനം പറഞ്ഞ വാചകമാണ് കേട്ടത്. അന്തർജനത്തിൻ്റെ സഹോദരൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണ്. സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ കുടുംബത്തിനകത്ത് നല്ല സ്വാധീനമുള്ള രാഷ്ട്രീയം ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ട് കാണും. അപ്പോൾ അയ്യപ്പനല്ല മുഖ്യം, തന്ത്രിയാണ്. തന്ത്രിയിലൂടെ ശബരിമലയിലെ പല പാരിതോഷികങ്ങളും ബി ജെ പി നേതാക്കന്മാരുടെ വീടുകളിൽ വരെ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അന്തർജനത്തിൻ്റെ വായിൽ നിന്ന് കേട്ട ആ തിരുവാക്കുകൾ. എന്തായാലും കേരളത്തിലെ ശബരിമല കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയത് ആരാണ്, അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദേവസ്വം ബോർഡ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടി നിയമനത്തിനപ്പുറം ഈ ബോർഡിനകത്തുള്ള ജീവനക്കാർ അവരെല്ലാം എങ്ങനെയാണ് ഈ മുന്നോക്ക സമുദായക്കാരായി മാറിയത്? നമ്മുടെ നാട്ടിൽ അന്വേഷിക്കണ്ടേ? മുന്നോക്ക സമുദായക്കാർ തന്ത്രിയിലൂടെ കട്ടുകൊണ്ട് പോയിരിക്കുന്നത് എന്തൊക്കെയെന്ന് നാടറിയണം. കേരളത്തിൽ സവർണ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥരുടെയും തന്ത്രിയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ജാതി എടുത്തൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ആ ജാതി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ബി ജെ പി ഇപ്പോൾ ഈ വിഷയത്തിൽ വല്ലാതെ വേവലാതി പൂണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് ആശങ്ക ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ അവരിലേക്കുള്ള സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ SIT തൂക്കിയിരിക്കുന്നത്. ബി ജെ പിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കുടുംബം, ബി ജെ പി നേതാക്കന്മാർ എന്തുകൊണ്ടാണ് അവിടെ ഒരു സംഭവവികാസം ഉണ്ടായപ്പോൾ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് ഓടിക്കിതച്ചെത്തിയതിൻ്റെ ഗുട്ടൻസും എന്താണെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയമാണ്. സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടല്ലോ. SIT പരിശോധനയ്ക്ക് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ SITയുടെ റെയ്ഡ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ഇവർ മുക്കിക്കൊണ്ട് പോയി എന്ന് സംശയിക്കുന്നതും ഇതുകൊണ്ടാണ്. ബി ജെ പി നേതാക്കളുമായി അടുത്ത രാഷ്ട്രീയ ബന്ധം പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ തന്നെ കുടുംബാംഗങ്ങളായിട്ടുള്ള തന്ത്രി കുടുംബത്തിൽ ശബരിമലയിൽ നിന്നുള്ള ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കച്ചവടമായിരിക്കും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവരുടെ രാഷ്ട്രീയം പുറത്തേക്ക് പറയുമ്പോൾ ബി ജെ പിയുടെ വാലിൽ തീ പിടിച്ചത് ചുമ്മാതല്ല. അതിനു പിന്നിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ പല ഉന്നത നേതാക്കന്മാരും കുടുങ്ങുമെന്ന് അന്തർജനത്തിൻ്റെ ആ തിരുവാക്കുകൾ തെളിയിക്കുന്നുണ്ട്. സാധാരണ ഫാമിലിയെ പോലെ തന്നെ പാലാ നെടുമംഗലത്ത് പത്മിനി അന്തർജനത്തിലെയും കേശവൻ നമ്പൂതിരിയുടെ മകളാണ്. എൻ്റെ ബ്രദറാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ബി ജെ പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. 2 കുട്ടികളാണ്. മോള് ആരതി, മോൻ ബ്രഹ്മദത്തൻ. ആരതി വിവാഹം.